ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദ കാപ്പി കോർണർ. ഹനീഫ് അദേനിയുടെ സംവിധാനത്തിൽ ഉണ്ണി മുകുന്ദൻ പ്രധാന കഥാപാത്രമായിട്ട് വന്ന മാർക്കോ എന്ന സിനിമ OTT-യിലൂടെ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. സോണി ലൈവിലാണ് സിനിമ സ്ട്രീം ചെയ്യുന്നത്. അപ്പം ആ സിനിമയെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പം നേരെ നമുക്ക് സിനിമയുടെ ഡീറ്റെയിൽസിലേക്ക് പോകാം. സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് ഹനീഫ് അദേനിയാണ്. അദ്ദേഹത്തിൻ്റെ മുൻപേ മിഖായേലും അതുപോലെ ഗ്രേറ്റ് ഫാദർ അങ്ങനെ ഒന്ന് രണ്ട് സിനിമകൾ പുള്ളി ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട്. വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ആക്ഷൻ ഫിലിംസ്, വളരെ സ്റ്റോറി ഓറിയൻറ്റഡ് ആയിട്ടല്ല പുള്ളി എടുക്കുന്ന, കുറച്ച് സ്റ്റൈലിഷ് ആയിട്ടുള്ള ആക്ഷൻ ഓറിയൻറ്റഡ് ഫിലിംസ് എടുക്കുന്ന ഒരു ഡയറക്ടറാണ് ഹനീഫ് അദേനി എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ തന്നെയാണ് കൂടുതലും അദ്ദേഹം ചെയ്തിട്ടുള്ള സിനിമകളുടെ കഥകളും. ഇത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഷെരീഫ് മുഹമ്മദാണ്. സിനിമാറ്റോഗ്രാഫി ചന്ദ്രു ശെൽവരാജ്, എഡിറ്റിംഗ് ബൈ ഷമീർ മുഹമ്മദ്, മ്യൂസിക് ബൈ രവി ബാസുരൂർ. പിന്നെന്താ പറയുക, ഇത് ഡിസംബർ 2024 ഡിസംബറിൽ ക്രിസ്മസ് ടൈമിലാണ് തിയേറ്ററുകളിൽ സിനിമ എത്തിയത്. വൺ ഓഫ് ദ മോസ്റ്റ് വയലൻ്റ് ആക്ഷൻ മൂവി എവർ മെയ്ഡ് ഇൻ ഇന്ത്യ എന്നുള്ളൊരു ലേവലിൽ തന്നെയാണ് ഈ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തിയത്. നോർത്ത് ഇന്ത്യയിലൊക്കെ അത്യാവശ്യം വലിയ രീതിയിൽ ഹിറ്റായിട്ടുള്ള ഒരു സിനിമയാണ് മാർക്കോ എന്ന് പറയുന്നത്. കാരണം ആ ഒരു സമയത്ത് തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരുന്ന സമയത്ത് തന്നെ പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഡിസ്കഷൻ ആയത് ദ മോസ്റ്റ് വയലൻറ്റ് ഫിലിം ഇതാണോ, മാർക്കോ ആണോ അതോ കില്ലാണോ എന്നൊരു ഡിസ്കഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പേഴ്സണലി ഞാൻ ഈ സിനിമ കണ്ടിട്ട് എനിക്ക് കുറച്ചും കൂടെ കണക്റ്റ് ആയിട്ടുള്ളത് കില്ലാണ്. മാർക്കോയെക്കാളും കുറച്ചും കൂടെ ഒരു ബെറ്റർ ആണെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് കിൽ എന്ന് പറയുന്ന സിനിമയാണ്. ഇത് മോശം ആണെന്നല്ല, എന്നാൽ ഒരു ആവറേജ് എക്സ്പീരിയൻസ് ആണ് എനിക്ക് ഈ മാർക്കോ എന്ന് പറയുന്ന സിനിമ തന്നത്. ഇതിൽ കുറച്ച് വയലൻസ് കാണിക്കാൻ വേണ്ടി മാത്രം എടുത്തു വെച്ചിരിക്കുന്ന കുറേ സീൻസ് മിക്സ് ചെയ്തിട്ട് വരുന്നൊരു ഫിലിമായിട്ടാണ് എനിക്ക് മാർക്കോ ഫീൽ ചെയ്തത്. പക്ഷേ കിൽ അങ്ങനെ അല്ലായിരുന്നു. കില്ലിൻ്റെ സ്റ്റോറിയുടെ ഒഴുക്കിൽ വയലൻസ് ഓട്ടോമാറ്റിക്കലി വന്നു കയറുമായിരുന്നു. ഇത് വയലൻസ് കാണിക്കാൻ വേണ്ടി മാത്രം എടുത്തു വെച്ചിരിക്കുന്ന കുറേ സീൻസ് കഥയായിട്ട് ചേർന്ന് ഇതില്ലെങ്കിലും കഥ മുന്നോട്ട് പോകും. അത്രയും വയലൻസ് കാണിച്ചില്ലെങ്കിലും കഥ മുന്നോട്ട് പോകും എന്നൊരവസ്ഥ ഉണ്ടെങ്കിലും പക്ക വയലൻസ് കാണിക്കാൻ വേണ്ടി കുറേ സീൻസ് എടുത്ത് വെച്ചിരിക്കുന്ന ഒരു ഫീലാണ് എനിക്ക് മാർക്കോ കണ്ടപ്പം എനിക്ക് പേഴ്സണലി തോന്നിയത്. പെർഫോമൻസിലേക്ക് വരുവാണെങ്കിൽ ഉണ്ണി മുകുന്ദൻ ആസ് യൂഷ്വൽ മസിൽ പിടിച്ചുള്ള അഭിനയം തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ പുള്ളി ആ ഒരു രീതിയിൽ തന്നെയാണ് ഈ ഒരു ഫിലിമിലും ചെയ്തിട്ടുള്ളത്. എന്നാൽ കുറച്ച് ബെറ്ററാണ്. കാരണം ആക്ഷൻ സീൻസ് ഒക്കെ കാണിക്കുമ്പോഴത്തേക്ക് അതിന് പറ്റിയൊരു ആക്ടർ എന്നുള്ള രീതിയിൽ ഉണ്ണി മുകുന്ദൻ ആപ്റ്റായിട്ടുള്ളൊരു റോള് തന്നെയായിരുന്നു. അത്യാവശ്യം പുള്ളിക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ളൊരു ക്യാരക്ടർ, പുള്ളിയുടെ കംഫർട്ട് സോണിൽ ഒതുങ്ങുന്ന ടൈപ്പ് ഒരു ക്യാരക്ടർ തന്നെയായിരുന്നു ഈ മാർക്കോ എന്ന് പറയുന്ന ക്യാരക്ടർ. മുന്നേ നമ്മൾ കണ്ടിട്ടുള്ളതാണ് മിഖായൽ എന്ന് പറയുന്ന സിനിമയിലുള്ള ആ ക്യാരക്ടറിൻ്റെ ഒരു സ്പിൻ ഓഫ് ആയിട്ടാണ് ഈ ഒരു ഫിലിം വന്നിരിക്കുന്നത്. സിദ്ദീഖ് ആയാലും അതേപോലൊരു അത്യാവശ്യം നമ്മൾ ആ ഒരു പാറ്റേൺ നമ്മൾ മിഖായലിൽ കണ്ടിട്ടുള്ള പോലുള്ള അതേ ഒരു പാറ്റേണിലുള്ള അഭിനയവും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളൊരു ക്യാരക്ടറായിട്ട് തന്നെയാണ് ഈ ഒരു ഫിലിമിലും കാണിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്തു. കുറച്ച് മിസ്കാസ്റ്റായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് നമ്മുടെ ജഗദീഷിൻ്റെ ക്യാരക്ടറാണ്. വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ, ഷമി തിലകനോ വേറെ ആരെങ്കിലും ഒക്കെ ആയിരുന്നെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് വരുമായിരുന്നു എന്ന് എനിക്ക് തോന്നി. അത് പേഴ്സണലി എൻ്റെ അഭിപ്രായമാണ്. അതുപോലെ ആൻസൺ പോൾ ആയാലും പിന്നെ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാഞ്ഞ അഭിനയം ഉണ്ടായിരുന്നത് നമ്മുടെ ഷമി തിലകൻ്റെ മകൻ്റെ, അദ്ദേഹത്തിൻ്റെ അഭിമന്യു എന്നാണ് തോന്നുന്നു പുള്ളിയുടെ പേര്. പുള്ളിയുടെ ക്യാരക്ടറൈസേഷൻ അല്ല പുള്ളിയുടെ ഒരു അഭിനയം എനിക്കത്ര ഒരു കറക്റ്റായിട്ട് വർക്കൗട്ട് ആയില്ല. കുറച്ചൊരു എക്സ്പ്രഷനോ കാര്യങ്ങളോ ഒന്നും വരാതെ ജസ്റ്റ് മസിൽ പിടിച്ച് നടക്കുന്നത് പോലെ ഒരു ഫീല് മാത്രമാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. നിങ്ങൾക്ക് അങ്ങനെ ആണെന്നറിയില്ല. മേ ബി നല്ല പൊട്ടൻഷ്യലുള്ള ആക്ടർ ആയിരിക്കാം. അദ്ദേഹത്തിൻ്റെ നല്ല റോൾസ്, അത്യാവശ്യം നല്ല ഗ്ലാമറും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നല്ല റോൾസും കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് കിട്ടും എന്ന് എനിക്ക് പ്രതീക്ഷയുണ്ട്. അപ്പം മറ്റു നല്ല സിനിമകളിലും അദ്ദേഹത്തെ കാണാൻ കഴിയും എന്ന് വിചാരിക്കുന്നു. ഓവറോൾ നായികമാർക്കൊന്നും പ്രത്യേകിച്ച് ഒരു ഡീറ്റെയിലിങ്ങോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ലാത്തൊരു ഫിലിമാണ് മാർക്കോ എന്ന് പറയുന്നത്. ക്ലൈമാക്സിൽ വന്ന ഒരു മെയിൻ വില്ലനായിട്ട് വരുന്ന ലാസ്റ്റ് വന്ന അദ്ദേഹത്തിൻ്റെ പേരെന്ത്, കബീർ എന്നും കണ്ടാണെന്ന് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ പേര് കബീർ ദുഹാൻ സിംഗ് എന്ന് പറയുന്ന പുള്ളി അത്യാവശ്യം നല്ല രീതിയിൽ നല്ലൊരു ടെറർ വില്ലനായിരുന്നു. കാരണം ആ ഒരു വില്ലനിസം ചെയ്യാൻ പറ്റുന്ന ഒരു പെർഫെക്റ്റ് വില്ലൻ എന്ന് പറയാൻ പറ്റുന്നത് കബീറിനായിരുന്നു. പക്ഷേ അവസാനമൊക്കെ ഒരു ലാസ്റ്റ് ഫൈറ്റ് സീനിലൊക്കെ വന്നപ്പോഴത്തേക്ക് കുറച്ചൊരു വന്നൊരു വെയിറ്റ് ആ ലാസ്റ്റ് സീനിലൊക്കെ പോയി എന്നൊരു ഫീൽ എനിക്ക് തോന്നി. ക്ലൈമാക്സ് സത്യം പറഞ്ഞാൽ എനിക്ക് ഒട്ടും വർക്കൗട്ട് ആകാതെ പോയത് ക്ലൈമാക്സ് ആണ്. കാരണം ഇതിൻ്റെ കില്ലിൻ്റെയും ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പം കില്ലിൽ നാച്ചുറലായിട്ട് വയലൻസ് വരുവാണ്. ഈ ഒരു ഫിലിമിൽ അവസാനം അത്രയും പേരെ കുടുംബത്തിൽ അത്രയും വലിയ പ്രശ്നം നടന്നിട്ട് എല്ലാം കഴിഞ്ഞതിന് ശേഷം കുളിച്ചൊരുങ്ങി കുട്ടപ്പനായി കോട്ടും സൂട്ടും ഇട്ട് കണ്ണാടിയൊക്കെ ഇട്ട് തല്ലാൻ പോകുന്നത് സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടാണ് എനിക്ക് അങ്ങനെ ഒരു ഫീൽ വരുന്നത്. ചുമ്മാ ആക്ഷൻ കാണിക്കണം, വയലൻസ് കാണിക്കണം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി മാത്രം എടുത്ത ഫിലിമാണ്. അപ്പോൾ അത്തരത്തിലുള്ള സിനിമകൾ കാണാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കാണെങ്കിൽ സിനിമ കാണാം. കൊമേഴ്സ്യലി വലിയ സക്സസ് ആയിട്ടൊരു മൂവിയാണ്, വയലൻസ് ഉള്ളതുകൊണ്ട് മാത്രം എന്ന് എടുത്തു പറയാം. കാരണം ആ ഒരു കണ്ടൻറ് ഉള്ളതുകൊണ്ട് മാത്രം അത്രമാത്രം ഹിറ്റായൊരു സിനിമയാണ്.
അല്ലാതെ എനിക്ക് പ്രത്യേകിച്ച് സിനിമയെക്കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വർക്കൗട്ട് ആയിട്ടുണ്ട്. അതെനിക്ക് നല്ല രീതിയിൽ കണക്റ്റ് ആവുകയും ചെയ്തു. ഓവറോൾ ഒരു ആവറേജ് അനുഭവം തന്ന ഒരു സിനിമയാണ് മാർക്കോ എന്ന് പറയുന്നത്. OTTയിൽ ഇറങ്ങിയിട്ടും അധികം ഡിസ്കഷൻസോ കാര്യങ്ങളോ ഒന്നും ഈ സിനിമയെക്കുറിച്ച് ഞാൻ കണ്ടില്ല. എന്തുകൊണ്ടാണെന്നറിയില്ല. ബട്ട് അത്ര ഒരുപാടൊരു ഹൈപ്പോ കാര്യങ്ങളോ തിയേറ്ററിൽ വന്നപ്പോഴുള്ള ഹൈപ്പോ കാര്യങ്ങളോ OTTയിൽ ഇറങ്ങിയപ്പോൾ അത് കിട്ടിയിട്ടില്ല എന്നെനിക്ക് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്യുന്നു. അപ്പോൾ എന്തായാലും മറ്റൊരു സിനിമയുടെ വിശേഷവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.